are 100 beads, black and white in a box. 10 more black than white. How many black and how many white? ക്വസ്റ്റ്യനിൽ പറയുന്നത് എന്താണ്? ഒരു ബോക്സ് ഉണ്ട്, അതിനകത്ത് ബ്ലാക്ക് ബീഡ്സും ഉണ്ട്, വൈറ്റ് ബീഡ്സും ഉണ്ട്. ഓക്കെ, ടോട്ടൽ എത്ര ബീഡ്സ് ഉണ്ട്? 100 ബീഡ്സ് ആണുള്ളത്. അവിടെ ബ്ലാക്ക് ബീഡ്സ് 10 കൂടുതലാണ് വൈറ്റ് ബീഡ്സിനേക്കാളും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് തന്നിട്ടുള്ളത് ക്വസ്റ്റ്യനിൽ. നമുക്ക് ബ്ലാക്ക് ബീഡ്സിൻ്റെ എണ്ണവും കണ്ടുപിടിക്കണം, വൈറ്റ് ബീഡ്സിൻ്റെ എണ്ണവും കണ്ടുപിടിക്കണം. ഓക്കെ, നമുക്കിതൊരു മനക്കണക്കായിട്ട്, അതായത് മെൻ്റൽ മാത്തായിട്ട് ചെയ്ത് നോക്കിയാലോ? എങ്ങനെ? നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ബ്ലാക്ക് ബീഡ്സ് ഉണ്ട്, വൈറ്റ് ബീഡ്സ് ഉണ്ട്, രണ്ടും കൂടെ 100 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞു. ബ്ലാക്ക് ബീഡ്സ് ഇവിടെ വൈറ്റിനേക്കാളും 10 എണ്ണം കൂടുതലാണെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ആ 10 എണ്ണം എന്തായാലും ബ്ലാക്ക് ബീഡ്സ് ആണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ആ ബ്ലാക്ക് ബീഡ്സിനെ ആകെയുള്ള 100 ബീഡ്സിൽ നിന്ന് മൈനസ് ചെയ്യാം. അപ്പോൾ ബാക്കി എത്രയുള്ളത്? 90 ആണല്ലോ. അപ്പോൾ 90 ബീഡ്സ് അവിടെ ഉണ്ട് കേട്ടോ. ഈ 90 ബീഡ്സിൽ ബ്ലാക്കും ഉണ്ടാവും വൈറ്റും ഉണ്ടാവും. മനസ്സിലായോ? അതായത് ഈക്വൽ ആയിരിക്കും. ബ്ലാക്ക് ഈക്വൽ ആയിരിക്കും, വൈറ്റും ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണ് 90 കിട്ടുന്നത്. നമ്മളോട് കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്, ആകെ ബീഡ്സിനകത്ത് ബ്ലാക്ക് ബീഡ്സിനേക്കാളും വൈറ്റ് ബീഡ്സിനേക്കാളും 10 എണ്ണം കൂടുതലാണ് ബ്ലാക്ക് ബീഡ്സ് എന്നുള്ളൊരു കണ്ടീഷൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കണ്ടീഷൻ അനുസരിച്ച് നമ്മൾ 10 ബ്ലാക്ക് ബീഡ്സ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ബാക്കി അവിടെ 90 ബീഡ്സ് ഉള്ളത്. ഈ 90 ബീഡ്സ് എന്ന് പറയുന്നത് ബ്ലാക്കും ഈക്വൽ ആയിരിക്കും, വൈറ്റും ഈക്വൽ ആയിരിക്കും. സോ ഇതിൻ്റെ എണ്ണം നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റുമല്ലോ. 90യുടെ പകുതി ബ്ലാക്ക് ആയിരിക്കും, 90യുടെ പകുതി ബാക്കി പകുതി വൈറ്റും ആയിരിക്കും. സോ നമുക്കറിയാം 90യുടെ പകുതി എന്ന് പറയുന്നത് എത്രയാണ്? 45. അപ്പോൾ 45 ബ്ലാക്ക് ബീഡ്സും ഉണ്ട്, 45 വൈറ്റ് ബീഡ്സും ഉണ്ട്. ഇനി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ബ്ലാക്ക് ബീഡ്സ് ഒരു 10 എണ്ണം നമ്മളവിടെ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ. ഓക്കെ, ഈ 10 എണ്ണത്തിന് നമ്മൾ ഈ ബ്ലാക്ക് ബീഡ്സിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 55 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ 55 ബ്ലാക്ക് ബീഡ്സും വൈറ്റ് ബീഡ്സ് എത്രയാണ്? 45. ഇങ്ങനെ മനക്കണക്കായിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും. ഇനി നമുക്കിത് ഓൾജിബ്ര യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുമോ നോക്കി നോക്കാം. ഓക്കെ, ഓൾജിബ്ര യൂസ് ചെയ്തിട്ടാണ് നമുക്ക് പ്രോബ്ലംസ് ഒക്കെ ചെയ്യേണ്ടത്. അപ്പം ആ രീതിയിൽ എങ്ങനെയാണ്, ആ മെത്തേഡിൽ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നാണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ മെത്തേഡ് 1 ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിനകത്ത് നമുക്കറിയാം ഇവിടെ നമുക്ക് ആകെ ബ്ലാക്ക് ബീഡ്സ്, ടേക്കിംഗ് ദ നമ്പർ ഓഫ് ബ്ലാക്ക് ബീഡ്സ് ആസ് എക്സ്, ബ്ലാക്ക് ബീഡ്സിൻ്റെ എണ്ണം നമ്മളിവിടെ എന്തായിട്ട് എടുത്തു? എക്സ് ആയിട്ട് എടുത്തു. ഓക്കെ, ദെൻ ദ നമ്പർ ഓഫ് വൈറ്റ് ബീഡ്സ് എന്തായിരിക്കും? അപ്പോൾ വൈറ്റ് ബീഡ്സ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? എക്സ് മൈനസ് 10 ആയിരിക്കും. ഓക്കെ, എങ്ങനെയാണ് കിട്ടിയെന്ന് മനസ്സിലായല്ലോ. സിൻസ് ദ നമ്പർ ഓഫ് ബ്ലാക്ക് ബീഡ്സ് ഈസ് 10 മോർ ദാൻ ദ നമ്പർ ഓഫ് വൈറ്റ് ബീഡ്സ്. വൈറ്റ് ബീഡ്സിനേക്കാളും 10 കൂടുതലാണ് ആര്? ബ്ലാക്ക് ബീഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ വൈറ്റ് ബീഡ്സിൻ്റെ എണ്ണം കാണാനായിട്ട് ബ്ലാക്ക് ബീഡ്സിൻ്റെ എണ്ണത്തിൽ നിന്ന് 10 മൈനസ് ചെയ്താൽ മതി. ബ്ലാക്ക് ബീഡ്സിൻ്റെ എണ്ണം നമ്മളിവിടെ എക്സ് ആയിട്ടാണ് എടുത്തത്. സോ വൈറ്റ് ബീഡ്സിൻ്റെ എണ്ണം കാണാനായിട്ട് എക്സ് മൈനസ് 10. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്കറിയാം അവിടെ ആകെ 100 ബീഡ്സ് ആണുള്ളത് ആണല്ലോ. അപ്പോൾ ബ്ലാക്കും വൈറ്റും ആകെ എത്രയാണ്? 100 ബീഡ്സ് ആണുള്ളത്. സോ നമ്മൾ ബ്ലാക്ക് ബീഡ്സിൻ്റെ എണ്ണം എത്രയാണ്? എക്സ് എന്ന് കൊടുത്തു. വൈറ്റ് ബീഡ്സിൻ്റെ എണ്ണം എത്രയാണ്? എക്സ് മൈനസ് 10 എന്ന് കൊടുത്തു. ഇതൊക്കെ കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 100 കിട്ടും. ഓക്കെ, ദെൻ എക്സ് പ്ലസ് എക്സ് മൈനസ് 10 ഇസ് ഈക്വൽ ടു 100. നമുക്കിതിൽ നിന്ന് എക്സ് സോൾവ് ചെയ്തെടുക്കാൻ പറ്റുമല്ലോ. എക്സ് പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ 2x ആണ്. 2x മൈനസ് 10 എന്ന് പറയുന്നത് 100 എന്ന് കിട്ടി. ഓക്കെ, ഇനി 2xനെ നമ്മളിവിടെ നിർത്തിയിട്ട് മൈനസ് 10നെ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. അപ്പോൾ എന്താവും? മൈനസ് 10 അപ്പുറത്തേക്ക് പോകുമ്പോൾ പ്ലസ് 10 ആവും. അപ്പോൾ ആൻസർ 110 എന്ന് പറയും. 2x ഇസ് ഈക്വൽ ടു 110. ഇതിൽ നിന്ന് നമുക്ക് എക്സ് കണ്ടുപിടിക്കാം. എക്സ് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? 2 ഇൻറ്റു എക്സ് ആണ്. അപ്പോൾ 2 ഇവിടെ മൾട്ടിപ്ലിക്കേഷനാണ്. ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ ഡിവിഷൻ ആവും. 110 ഡിവൈഡഡ് ബൈ 2. 110 ഡിവൈഡഡ് ബൈ 2 ചെയ്ത് നോക്കാം കേട്ടോ. 55 ആണ് ആൻസർ കിട്ടുന്നത്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമുക്ക് 55 എന്ന് കിട്ടി. എക്സിൻ്റെ വാല്യൂ എന്താണ്? ബ്ലാക്ക് ബീഡ്സ് ആയിരുന്നു. ഓക്കെ, ബ്ലാക്ക് ബീഡ്സിൻ്റെ
എണ്ണം എത്ര കിട്ടി നമുക്കപ്പോൾ 55 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ വൈറ്റ് ബീഡ്സ് കാണാനായിട്ട് പറ്റുമല്ലോ. വൈറ്റ് ബീഡ്സിൻ്റെ എണ്ണം എത്രയാണ്? x-10 ആണ് അല്ലേ? വൈറ്റ് ബീഡ്സ് ഇതാ x-10 ആണ്. എക്സ് എത്രയാണ്? 55 ആണ്. 55ൽ നിന്ന് 10 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 45 ഈസ് ദ ആൻസർ. അപ്പോൾ വൈറ്റ് ബീഡ്സിൻ്റെ എണ്ണം 45, ബ്ലാക്ക് ബീഡ്സിൻ്റെ എണ്ണം 55. നമ്മൾ ആൾജിബ്ര യൂസ് ചെയ്തിട്ട് ആൻസറിലേക്ക് എത്തി. ക്ലിയർ ആണല്ലോ? ഇനി ഒരു മെത്തേഡും കൂടി ഉണ്ട്. ആ മെത്തേഡിലൂടെ കൂടെ നമുക്ക് ഈ ഒരു പ്രോബ്ലം ഡിസ്കസ് ചെയ്ത് നോക്കാം. ഓക്കെ, മെത്തേഡ് 2 ആണേ. നമുക്ക് ഏത് മെത്തേഡ് വേണമെങ്കിലും ഫോളോ ചെയ്യാം. നിങ്ങൾക്ക് ഏതാണോ കൺവീനിയൻ്റ് ആയിട്ടുള്ളത് ആ ഒരു മെത്തേഡിലൂടെ മെത്തേഡ് ഫോളോ ചെയ്ത് ആൻസറിലേക്ക് എത്താം. ആൻസറിലേക്ക് എത്താം എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതിൽ നിങ്ങൾ ഏത് മെത്തേഡ് ഫോളോ ചെയ്യാം. ആൾജിബ്ര യൂസ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ ഞാൻ ബ്ലാക്ക് ബീഡ്സിൻ്റെ എണ്ണം, അതായത് ടേക്കിംഗ് ദ നമ്പർ ഓഫ് ബ്ലാക്ക് ബീഡ്സ് ആസ് എക്സ്. ബ്ലാക്ക് ബീഡ്സിൻ്റെ എണ്ണം ഞാനിവിടെ എക്സ് ആയിട്ട് എടുത്തു. ദെൻ നമ്പർ ഓഫ് വൈറ്റ് ബീഡ്സ് ആസ് വൈ. വൈറ്റ് ബീഡ്സിൻ്റെ എണ്ണം വൈ ആയിട്ടും എടുത്തു. ഓക്കെ, ബ്ലാക്ക് ബീഡ്സ് എക്സ് ആയിട്ട് എടുത്തു, വൈറ്റ് ബീഡ്സിൻ്റെ എണ്ണം വൈ ആയിട്ടും എടുത്തു. ഇനി ടോട്ടൽ നമ്പർ ഓഫ് ബീഡ്സ് നമുക്കറിയാം 100 എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ നമുക്ക് ബ്ലാക്ക് ബീഡ്സ് പ്ലസ് വൈറ്റ് ബീഡ്സ് 100 ഒരു ഇക്വേഷൻ അവിടെ ഫോം ചെയ്തു. ഓക്കെ, എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 100 എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ അവിടെ ഫോം ചെയ്തു. ദെൻ ഇനി നമുക്ക് വേറൊരു ഇക്വേഷൻ അവിടെ ഫോം ചെയ്യാനായിട്ട് പറ്റും. അതായത് വൈറ്റ് ബീഡ്സിനേക്കാളും 10 കൂടുതലാണ് ബ്ലാക്ക് ബീഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒരു ഇക്വേഷൻ അവിടെ ഫോം ചെയ്യാമല്ലോ. അതായത് ബ്ലാക്ക് ബീഡ്സും വൈറ്റ് ബീഡ്സും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 10 ആണ്. ഓക്കെ, അപ്പോൾ എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് നമുക്ക് 10 എന്ന് പറഞ്ഞിട്ട് വേറൊരു ഇക്വേഷൻ ഫോം ചെയ്യാം. എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്? നമുക്കറിയാം ബ്ലാക്ക് ബീഡ്സും വൈറ്റ് ബീഡ്സും തമ്മിലുള്ള ഡിഫറൻസ് 10 ആണ്. അതായത് വൈറ്റ് ബീഡ്സിനേക്കാളും 10 കൂടുതലാണ് ബ്ലാക്ക് ബീഡ്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ മീനിങ് എന്താണ്? ബ്ലാക്ക് ബീഡ്സും വൈറ്റ് ബീഡ്സും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 10 ആണ്. അപ്പോൾ എക്സ് മൈനസ് വൈ, ഡിഫറൻസ് എന്ന് പറയുമ്പോൾ മൈനസ് അല്ലേ, അപ്പോൾ എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു 10 എന്ന് പറഞ്ഞിട്ട് നമുക്ക് വേറൊരു ഇക്വേഷനും കൂടെ കിട്ടി. അപ്പോൾ 2 ഇക്വേഷൻ കിട്ടി. എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 100, എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു 10 എന്ന് പറഞ്ഞിട്ടുള്ള 2 ഇക്വേഷൻ കിട്ടി. നമുക്ക് ഈ 2 ഇക്വേഷൻ സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ആ തിയറി പോർഷൻസ് കാണാത്തവർക്ക് അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ ലിങ്ക് ചെക്ക് ചെയ്തിട്ട് ആ വീഡിയോസ് കാണുക, തിയറി പോർഷൻ കറക്റ്റായിട്ട് മനസ്സിലാക്കുക, എന്നിട്ട് പ്രോബ്ലം സെക്ഷനിലോട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ 2 ഇക്വേഷനെയും സോൾവ് ചെയ്യാം. സോൾവ് ചെയ്യുമ്പോൾ എന്ത് ചെയ്താൽ മതി? ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം കൂടെ ആഡ് ചെയ്താൽ മതി അല്ലേ? ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം കൂടെ ആഡ് ചെയ്താൽ വൈ എന്നുള്ളൊരു ടേം ഇവിടെ എലിമിനേറ്റ് ആയി പോവും. ദെൻ നമുക്ക് എക്സ് കണ്ടുപിടിക്കാം. എക്സ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ ഇക്വേഷൻ ഏതെങ്കിലും ഒരെണ്ണത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈയും കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്യാൻ പോവാം? ഈ 2 ഇക്വേഷൻസ് തമ്മിൽ ആഡ് ചെയ്യാൻ പോവാണ്. ആഡ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് റൂളൊന്നും ഇല്ല, അങ്ങോട്ട് ആഡ് ചെയ്താൽ മതി അല്ലേ? ദെൻ എക്സ് പ്ലസ് എക്സ് 2x. ഇവിടെ ഒരു വേരിയബിൾസ്, അതായത് വൈ എന്നുള്ള ഒരു വേരിയബിളാണ് ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. വൈ ആണ് നമ്മളിവിടെ എലിമിനേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ വൈ ഇവിടെ പ്ലസും മൈനസും ആയതുകൊണ്ട്, അതായത് ഓപ്പോസിറ്റ് സൈൻസിലായതുകൊണ്ടാണ് നമ്മൾ ഇതിനിവിടെ ആഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഡിഫറെൻറ്റ് സൈനിലാണെങ്കിൽ നമ്മളിവിടെ എന്ത് ചെയ്യണമായിരുന്നു? സബ്ട്രാക്ട് ചെയ്യേണ്ടി വന്നേനെ. ഓക്കെ, അപ്പോൾ അത് ഏതാണെന്ന് നോക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഇവിടെ എലിമിനേറ്റ് ചെയ്ത് പോകുന്നത് വൈ ആണ്. സോ ഈ 2 ടേം, അതായത് പ്ലസ് വൈ മൈനസ് വൈ എന്താണ് ആൻസർ? 0 ആണ്. അതുകൊണ്ടാണ് അവിടെ എലിമിനേറ്റ് ആയി പോയത്. സോ നമുക്കിവിടെ പ്ലസ് 0 എന്ന് കിട്ടും. ഈക്വൽ ടു ഇവിടെ 100 + 10 110 എന്നും കിട്ടും. ഓക്കെ, ദെൻ ബാക്കി ചെയ്യാം. അപ്പോൾ 2x is equal to 110 എന്ന് കിട്ടി. x is equal to 110 divided by 2 55 എന്ന് കിട്ടി. ഓക്കെ, 55 എന്ന് കിട്ടി. 55 എന്ന് പറയുന്നത് എന്താണ്? ബ്ലാക്ക് ബീഡ്സ് ആണ്. ഓക്കെ, അപ്പോൾ ബ്ലാക്ക് ബീഡ്സിൻ്റെ എണ്ണം 55 എന്ന് കിട്ടി. ക്ലിയർ ആണല്ലോ? ഇനി വൈറ്റ് ബീഡ്സ് എന്ന് പറയുന്നത് വൈ ആണ്. അപ്പോൾ വൈ കണ്ടുപിടിക്കണം. വൈ കണ്ടുപിടിക്കാനായിട്ട് ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ കൊടുത്താൽ മതി. എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 100 ഈ ഇക്വേഷനിൽ വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ എക്സിന് നമ്മൾ 55 എന്ന് കൊടുത്തു, പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 100 എന്ന് കൊടുത്തു. വൈന് ഇവിടെ നിർത്താം, ബാക്കി 55നെ അങ്ങോട്ട് കൊണ്ടുപോകും. അപ്പോൾ 100 മൈനസ് 55 എന്ന് കിട്ടും. 100 മൈനസ് 55 എത്രയാണ്? 45. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ വൈറ്റ് ബീഡ്സ് എന്ന് പറയുന്നത്
45 എന്നും കിട്ടി. അപ്പോൾ ഇങ്ങനെയും നമുക്ക് ആൻസറിലേക്ക് എത്തിച്ചേരാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. 3 മെത്തേഡ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇത് ടെക്സ്റ്റ് ബുക്കിനകത്തെ എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ സിസ്റ്റം യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് എന്നാലും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ബാക്കി എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ ഇതേപോലെ തന്നെ ശരിക്കും ചെയ്യുന്നത്. ഓരോ ക്വസ്റ്റ്യനും ഓരോ വീഡിയോ ആയിട്ടായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാനും ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്തെടുക്കാനൊക്കെ അതായിരിക്കും ഈസി. തംബ്നെയിലായാലും ഡിസ്ക്രിപ്ഷനിലായാലും ഞാൻ ഈ ക്വസ്റ്റ്യൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്തെടുക്കുക, നിങ്ങൾക്ക് ആവശ്യമുള്ളത് സെലക്ട് ചെയ്തെടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മുടെ മെയിൻ ഇതിനകത്ത് എക്സസൈസ് പാർട്ടുകളൊക്കെ വരുന്നില്ലേ, അതൊക്കെ ഞാൻ ബോർഡിൽ തന്നെയായിരിക്കും എക്സ്പ്ലെയിൻ ചെയ്ത് വരിക. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട്സൊക്കെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ പേഴ്സണൽ മെയിൽ ID ഉണ്ട്, അതിനകത്ത് മെയിൽ ചെയ്യുക കേട്ടോ. നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടെ നമ്മുടെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക, അവരെയും കൂടെ നമ്മുടെ ഫാമിലിയിലേക്ക് വിളിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത ക്വസ്റ്റ്യനായിട്ട് കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ.